കളത്തിൽ പഴയതുപോലെ തന്നെ പാകിസ്ഥാൻ വീണ്ടും മുട്ടിടിച്ച് വീണിരിക്കുകയാണ് പാകിസ്ഥാൻ. ഇന്ത്യയാകട്ടെ സൂപ്പർ 8. ആദ്യം കളിക്കാനില്ലെന്ന ഭീഷണി, പിന്നെ മികച്ച സ്പിന്നർമാരുണ്ടെന്ന വീരവാദം. പക്ഷേ ഗ്രൗണ്ടിൽ ആ പഴയ പാകിസ്ഥാൻ തന്നെയായിരുന്നു. T20 ലോകകപ്പിൽ പാകിസ്ഥാനെതിരെ 61 റൺസിന്റെ വമ്പൻ ജയവുമായി ടീം ഇന്ത്യ സൂപ്പർ 8ലേക്ക് കടന്നിരിക്കുന്നു. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഉയർത്തിയ 176 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന്റെ മറുപടി 18 ഓവറിൽ 114 റൺസിൽ അവസാനിച്ചു. ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ തകർപ്പൻ അർദ്ധ സെഞ്ചുറി നേടിയ ഇഷാൻ കിഷനാണ് ഇന്ത്യയുടെ വിജയശില്പി. വിജയലക്ഷ്യം പിന്തുടർന്ന പാകിസ്ഥാന്റെ തുടക്കം വളരെ ദയനീയമായിരുന്നു. ഹാർദിക് പാണ്ഡ്യ എറിഞ്ഞ ആദ്യ ഓവറിൽ തന്നെ ഒരു റൺസ് പോലും നേടാൻ സാധിച്ചില്ലായിരുന്നു. ഓപ്പണർ ഫർഹാന്റെ വിക്കറ്റും നഷ്ടമായി. രണ്ടാം ഓവറിൽ സയ്യിം അയ്യൂബ്, ക്യാപ്റ്റൻ സൽമാൻ അലി ആഗ എന്നിവരെയും ബുംറ മടക്കിയപ്പോൾ പാകിസ്ഥാന്റെ സ്കോർ 13-3 ആയിരുന്നു. അഞ്ചാം ഓവറിൽ മുൻ നായകൻ ബാബർ അസം അക്സർ പട്ടേലിന്റെ പന്തിൽ ക്ലീൻ ബൗണ്ടായി മടങ്ങിയതോടെ പാകിസ്ഥാൻ തോൽവിയെ ഉറ്റുനോക്കാൻ തുടങ്ങി. അഞ്ചാമനായി ക്രീസിലെത്തിയ വിക്കറ്റ് കീപ്പർ ഉസ്മാൻ ഖാൻ മാത്രമാണ് പാക് നിരയിൽ പിടിച്ചു നിന്നത്. 11ാം ഓവറിൽ അക്സർ പട്ടേൽ വിക്കറ്റ് നൽകി ഉസ്മാൻ ഖാൻ പുറത്തായതോടെ പാകിസ്ഥാൻ ഏറെക്കുറെ മത്സരം കൈവിട്ടിരുന്നു. അടുത്തടുത്ത ഓവറുകളിൽ മുഹമ്മദ് നവാസ്, ഷതാബ് ഖാൻ എന്നിവരും മടങ്ങിയതോടെ 78-7 എന്ന നിലയിലേക്ക് പാകിസ്ഥാൻ മുട്ടുകുത്തി. ഫഹീം അഷ്റഫ്, അബ്രാൻ അഹമ്മദ് എന്നിവർ പുറത്തായതോടെ പാകിസ്ഥാൻ 97-9 എന്ന നിലയിലേക്ക് വീഴുകയായിരുന്നു. 18ാം ഓവറിലെ അവസാന പന്തിൽ ഉസ്മാൻ താരിഖും പുറത്തായതോടെ പാകിസ്ഥാന്റെ ഇന്നിംഗ്സിന് തിരശ്ശീല വീണു. ഷഹീൻ ഷാഫ്രീദി പുറത്താകാതെ നിൽക്കുകയാണ്. ഇന്ത്യക്ക് വേണ്ടി ഹാർദിക് പാണ്ഡ്യ, ജസ്പ്രീത് ബുംറ, അക്സർ പട്ടേൽ, വരുൺ ചക്രവർത്തി എന്നിവർ 2 വിക്കറ്റ് വീതവും, കുൽദീപ് യാദവ്, തിലക് വർമ്മ എന്നിവർ ഓരോ വിക്കറ്റും വീഴ്ത്തി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ 20 ഓവറിൽ 7 വിക്കറ്റ് നഷ്ടത്തിൽ 175 റൺസാണ് നേടിയെടുത്തത്. വിക്കറ്റ് കീപ്പർ ബാറ്ററായ ഇഷാൻ കിഷാൻ 40 പന്തിൽ നിന്ന് 77 ഇന്ത്യക്ക് മികച്ച അടിത്തറ സമ്മാനിച്ചത്. അതേസമയം ഇഷാൻ കിഷാൻ ഒഴികെയുള്ള ബാറ്റർമാർ പാക് സ്പിന്നർമാർക്കെതിരെ റൺസ് കണ്ടെത്താൻ നന്നായി ബുദ്ധിമുട്ടിയിരുന്നു. ഇന്നിംഗ്സിന്റെ ആദ്യ ഓവറിൽ തന്നെ സൂപ്പർ താരം അഭിഷേക് ശർമ്മയുടെ വിക്കറ്റും ഇന്ത്യക്ക് നഷ്ടമായി. പാക് നായകൻ സൽമാൻ അലി ആഗക്കായിരുന്നു ആ വിക്കറ്റ്. എന്നാൽ മറുവശത്ത് നിന്ന് ഇഷാൻ കിഷാൻ പ്രത്യാക്രമണം തുടർന്നുകൊണ്ടേയിരുന്നു. 40 പന്തുകളിൽ നിന്ന് 10 ബൗണ്ടറിയും 3 സിക്സറുകളും സഹിതം 77 റൺസാണ് പോക്കറ്റ് ഡൈനാമോ അടിച്ചുകൂട്ടിയത്. സയ്യിം അയ്യൂബിനാണ് ഇഷാന്റെ വിക്കറ്റ് ലഭിച്ചത്. ഒടുവിൽ ഇഷാൻ പുറത്തായതിനു ശേഷം ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 32 റൺസും തിലക് വർമ്മ 25 എന്നിവർ ശ്രദ്ധയോടെ ബാറ്റ് വീശി. സയ്യിം അയ്യൂബ് എറിഞ്ഞ 15ാം ഓവറിൽ അടുത്തടുത്ത പന്തുകളിൽ തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ എന്നിവർ മടങ്ങിയതോടെ ഇന്ത്യയുടെ സ്കോറിംഗ് വേഗത കുറയുകയായിരുന്നു. ഇഷാൻ ക്രീസിലുള്ളപ്പോൾ 10 മുകളിലായിരുന്നു ഇന്ത്യയുടെ റൺ റേറ്റ്. ശിവം ദുബെ, അക്സർ പട്ടേൽ എന്നിങ്ങനെയാണ് പുറത്തായ മറ്റ് താരങ്ങളുടെ പ്രധാന സ്കോർ. 4 പന്തുകളിൽ 11 റൺസ് നേടിയ റിങ്കു സിംഗ് പുറത്താകാതെ നിന്നു. പാകിസ്ഥാനു വേണ്ടി സയ്യിം അയ്യൂബ് 3 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ സൽമാൻ അലി ആഗ, ഷഹീൻ ഷാഫ്രീദി, ഉസ്മാൻ താരിഖ് എന്നിവർ ഓരോ വിക്കറ്റ് വീതം നേടുകയായിരുന്നു. ഈ പരാജയത്തോടെ നാണക്കേട് സഹിക്കാനാകുന്നില്ല. അതിനാൽ തന്നെ ബാറ്റ് കൊണ്ട് TV തല്ലിപ്പൊട്ടിച്ച് പാകിസ്ഥാൻ ആരാധകർ. പാകിസ്ഥാനിൽ ആരാധകരോഷം അണപ്പൊട്ടിയൊഴുകുകയാണ്. T20 ലോകകപ്പ് പോരാട്ടത്തിൽ ഇന്ത്യയോട് പരാജയപ്പെട്ടതിന് തൊട്ടു പിന്നാലെ പാകിസ്ഥാനിൽ ആരാധകരോഷം അണപ്പൊട്ടുന്നു. ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളിലൊന്ന് ഏറ്റുവാങ്ങിയ പാക് ടീമിനോടുള്ള പ്രതിഷേധ സൂചകമായി ആരാധകർ ടെലിവിഷൻ സെറ്റുകൾ തല്ലിത്തകർക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട്. 61 റൺസിന്റെ പടുകൂറ്റൻ തോൽവി പാക് ക്രിക്കറ്റ് പ്രേമികളെ ഞെട്ടിച്ചിരിക്കുകയാണ്. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ കളിയുടെ എല്ലാ മേഖലകളിലും പാകിസ്ഥാനെ ബഹുദൂരം പിന്നിലാക്കിയാണ് ഈ വിജയം നേടിയത്. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്കായി ഇഷാൻ കിഷൻ നടത്തിയ വെടിക്കെട്ട് പ്രകടനമാണ് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചത്. സ്ലോ പിച്ചിലും നിർഭയമായി പന്തുകളെ അതിർത്തി കടത്തിയ കിഷാന്റെ ഇന്നിംഗ്സ് ഇന്ത്യക്ക് 175 റൺസ് എന്ന കരുത്തുറ്റ സ്കോർ സമ്മാനിച്ചു. ഇതിന് മറുപടിയായി ബാറ്റിംഗിനിറങ്ങിയ പാകിസ്ഥാനെ ജസ്പ്രീത് ബുംറയും ഹാർദിക് പാണ്ഡ്യയും ചേർന്ന് തുടക്കത്തിലെ ടച്ച് തകർത്തു. ആദ്യ പവർ പ്ലേയിൽ തന്നെ നായകൻ സൽമാൻ ആഗ ഉൾപ്പെടെയുള്ള മുൻനിര വിക്കറ്റുകൾ നഷ്ടപ്പെട്ട പാകിസ്ഥാൻ പ്രതിരോധത്തിലായി. മത്സരശേഷം സ്റ്റേഡിയത്തിന് പുറത്ത് ആരാധകർ നിരാശയോടെയാണ് പ്രതികരിച്ചത്. ഇത് ഒരു പതിവ് കാര്യമായി മാറിയിരിക്കുന്നു. ബുംറയും ഹാർദിക്കിനെയും നേരിടാൻ ഞങ്ങളുടെ പക്കൽ മറുപടിയില്ല എന്നാണ് പല ആരാധകരും പറഞ്ഞത്. ഇന്ത്യ ഇപ്പോഴും മികച്ച രീതിയിൽ ഹോംവർക്ക് ചെയ്താണ് വരുന്നത് എന്നാണ് സ്റ്റേഡിയം വിട്ടിറങ്ങിയ മക്ബൂൽ എന്ന ആരാധകർ വാർത്താ ഏജൻസിയോട് പറഞ്ഞത്. മുമ്പ് ഇന്ത്യക്കെതിരെ ആധിപത്യം പുലർത്തിയിരുന്ന പാകിസ്ഥാന് കഴിഞ്ഞ 25 വർഷമായി ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പോലും സാധിക്കുന്നില്ല.
ബാബർ അസം ഉൾപ്പെടെയുള്ള വമ്പൻ താരങ്ങൾ ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുമ്പിൽ കളിമറന്നതോടെ പാകിസ്ഥാൻ കേവലം 114 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ തുടങ്ങിയവർ കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് വീഴ്ത്തി. അതിനാൽ തന്നെ ഈ വിജയം ഇന്ത്യ അനായാസമാക്കി. ഈ വിജയത്തോടെ ലോകകപ്പ് ചരിത്രത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ ജയങ്ങളുടെ എണ്ണം 8-1 ഉയരുകയാണ്. 2026 ഈ നിർണായക വിജയത്തോടെ ഇന്ത്യ തങ്ങളുടെ അപരാജിത കുതിപ്പ് തുടരുകയാണ്. ഈ വിജയത്തിൽ നാം എടുത്തു പറയേണ്ട പേരാണ് ഇഷാൻ കിഷാന്റേത്. ക്ലാരിറ്റിയും കോൺഫിഡൻസിന്റെയും പീക്ക് എക്സിബിലേഷനായിരുന്നു ഇഷാന്. എല്ലാ ബോളും 6 അടിക്കുക മാത്രമല്ല, T20 ഓപ്പണറുടെ ചുമതലയെന്ന് ഇഷാൻ കിഷാൻ തെളിയിക്കുന്നുണ്ട്. പ്ലാനിയായി ഓഫ് സൈഡിലേക്ക് പന്തെറിഞ്ഞ് കൊടുക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം വലിഞ്ഞു മാറി അടിക്കാൻ ശ്രമിക്കാതെ ഇഷാൻ ലേറ്റ് കട്ടിലൂടെയും കവർ ഡ്രൈവിലൂടെയും റിവേഴ്സ് സ്വീപ്പിലൂടെയും ബൗണ്ടറികൾ കണ്ടെത്തിയോടെ പാകിസ്ഥാൻ അവന്റെ സ്ട്രെങ്ത്തിലേക്ക് പന്തെറിയാൻ നിർബന്ധിതമാകുകയായിരുന്നു. സ്ലോ പിച്ചിൽ ചേസിംഗ് തീരുമാനിച്ചപ്പോഴേ 50% കളി കൈവിട്ട പാകിസ്ഥാൻ ഇഷാന്റെ ഇന്നിംഗ്സ് തീർന്നതോടെ 100% തോറ്റിരുന്നു. പുറത്താക്കപ്പെട്ടിടത്തു നിന്നും സോഷ്യൽ മീഡിയയുടെ അകമ്പടിയില്ലാതെ ഡൊമസ്റ്റിക് ടൂർണമെന്റുകളിൽ നിന്ന് സ്വയം റെനോവേറ്റഡ് ചെയ്തതിന്റെ ഫലമാണ് ഇപ്പോഴത്തെ ഈ പെർഫോമൻസുകൾ. ഉയർത്തുതുന്നിയിട്ട കുപ്പായത്തിന് ഇഷാനേക്കാൾ യോജിച്ച മറ്റൊരു പ്ലെയർ നിലവിലില്ല. ഇന്ത്യൻ ക്രിക്കറ്റിലെ നിലവിലെ മാസ്റ്റർ സ്ട്രോക്ക് എന്നാണ് ഇവനെ വിളിക്കേണ്ടത്. അവസാന നിമിഷം ഗില്ലിനു പകരം ഇഷാൻ കിഷനെ ടീമിലെത്തിച്ചതും സഞ്ജുവിനു പകരം ഓപ്പണറായി ഇറക്കിയതും സെലക്ടർമാരുടെ ഏറ്റവും മികച്ച തീരുമാനമായി മാറിയിരിക്കുന്നു. ടീം സ്കോറിൽ 88 നിൽക്കുമ്പോൾ 77 റൺസും ആ ബാറ്റിൽ നിന്നാണ് പിറന്നത്. സ്പിന്നർമാർക്ക് അനുകൂലമായ കുത്തിത്തിരിയുന്ന ഈ പിച്ചിൽ 80 മീറ്റർ ബൗണ്ടറികൾ പുഷ്പം പോലെ കടത്താൻ ഇഷാന് മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. 150 റൺസ് വിന്നിംഗ് ടോട്ടൽ ആയേക്കാവുന്ന ഒരു ഗ്രൗണ്ടിൽ ഇമാതിരി ഇന്നിംഗ്സ് ഒക്കെ വേറെ ലെവലാണ്. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ഫോമിനെ മാനിച്ചാൽ കിട്ടുന്ന മുത്താണ് ഇഷാൻ കിഷാൻ. ഫോമിലുള്ളവരെ കൃത്യസമയത്ത് തിരിച്ചറിയാൻ ടീമിന് ലഭിക്കുന്ന ഈ കരുത്ത് ഇത് തന്നെയാണ്. 3 മാസം മുമ്പ് ആരെങ്കിലും ഇഷാൻ കിഷാൻ ഇന്ത്യൻ കുപ്പായത്തിൽ കളിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ അന്ന് പറയുന്നവന് വട്ടാണെന്ന് ലോകം കരുതിയേനെ. അവസാനിക്കപ്പെട്ട കരിയറായിരുന്നു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോൺട്രാക്ട് പോലും ഇല്ലാത്ത ഒരുത്തനായിരുന്നു. സഞ്ജുവും പന്തും ജിതേഷും രാഹുലും അടങ്ങുന്ന വിക്കറ്റ് കീപ്പർമാരുടെ ലിസ്റ്റിൽ പോലും പുറത്താക്കപ്പെട്ട ഒരുവനായിരുന്നു. ഒടുവിൽ അവൻ തന്നെയാണ് രക്ഷകനായത്. അവിടെ നിന്നും സയ്യിദ് മുസ്താഖ് അലി ട്രോഫിയിൽ അന്യായ പ്രകടനം. ക്യാപ്റ്റനായി ആ കപ്പും തൂക്കുന്നു. പിന്നാലെ വിജയ് ഹസാരയിലും മോശമല്ലാതെ അയാൾ കളിക്കുന്നു. ഒടുവിൽ ഗില്ലിനെ ഓവർടേക്ക് ചെയ്ത് ഇന്ത്യയുടെ 2ാം ഓപ്ഷൻ ഓപ്പണറാകുന്നു. പിന്നാലെ സഞ്ജുവിനെ വെട്ടി ഓപ്പണറാകുന്നു. ഒരു സിനിമ കഥ പോലെയൊരു തിരിച്ചുവരവാണിത്. നിലവിൽ ഇന്ത്യൻ ടീമിലെ ബെസ്റ്റ് പ്ലെയറാണ് ഇഷാൻ കിഷാൻ.